ഇന്ന് മംഗളവാർത്താ തിരുനാൾ. തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. ഇന്നലെ മാർച്ച് 24 തീയതി രാത്രി 12 മണി വരെ ഉണർന്നിരുന്നോ, അല്ലെങ്കിൽ 12 മണിക്ക് മുൻപ് അലാം വെച്ചെഴുന്നേറ്റോ നമ്മളിൽ മിക്കവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് കാണും. അതിൽ ഭൗതിക ആവശ്യങ്ങളും ചിലപ്പോൾ ആത്മീയ ആവശ്യങ്ങളും. കൊള്ളാം, നല്ല കാര്യം. നല്ല തമ്പുരാൻ നമ്മുടെ അർത്ഥനകളൊക്കെ സ്വീകരിച്ച് സാധിച്ചു തരട്ടെ. ദൈവത്തിൻ്റെ അരുളപ്പാട് മംഗളവാർത്തയായത് എങ്ങനെയെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറിഞ്ഞു. പരിശുദ്ധയമ്മ എന്നും ദേവാലയത്തിലായിരിക്കാൻ ആഗ്രഹിച്ചു. നിത്യകന്യകയായിരിക്കാൻ ആഗ്രഹിച്ചു. ജെറുസലേമിൽ യഹൂദരുടെ ആ സമൂഹത്തിൽ മാത്രമായിരിക്കാൻ അവൾ കൊതിച്ചു. അങ്ങനെ തൻ്റേതായ സ്വപ്നങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞിരുന്ന മറിയത്തിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിൻ്റെ ദൂതൻ അറിയിക്കുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവളുടെ പ്രതിജ്ഞകളും സ്വപ്നങ്ങളുമെല്ലാം തകരുന്ന അവസ്ഥ. എന്നാൽ അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ മാത്രയിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പ്രത്യുത്തരിക്കുമ്പോഴാണ് അത് സകല ജനപദങ്ങൾക്കുമുള്ള മംഗളവാർത്തയാകുന്നത്. ദൈവത്തിൻ്റെ ഹിതം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എളിമയോടെ ഏറ്റെടുത്ത് അത് നിവർത്തിക്കാനായി തന്നെ സമർപ്പിക്കുമ്പോഴെല്ലാം അത് മംഗളവാർത്തയാവുകയാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കാത്തിരിപ്പുകൾക്കുമൊക്കെ വിപരീതമായി ദൈവഹിതം നമ്മെ തേടിയെത്തുന്നുണ്ട്. നമ്മുടെ മുൻപിൽ നമ്മുടെ പദ്ധതികൾ തകിടം മറിയുമ്പോൾ, മറ്റൊന്നിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുമ്പോൾ, ആമേൻ പറയുവാനുള്ള എളിമയും ഉൾക്കാഴ്ചയും നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ പ്രതികൂലങ്ങളിലും തമ്പുരാനെ, നിന്റെ ഹിതത്തോട് ആമേൻ പറഞ്ഞ് ഞങ്ങളും പരിശുദ്ധ അമ്മയെപ്പോലെ മംഗളവാർത്ത വാഹകരായി ജീവിക്കുവാൻ ഇടവരുത്തണമേ. ആമേൻ.